ജീവിതത്തിൽ ഏറ്റവും സങ്കടപ്പെട്ടത് എപ്പോഴാണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സങ്കടം ഉണ്ടായിട്ടുണ്ട് അല്ലെ? ചെറുപ്പത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്, മക്കത്തുനിന്ന് മദീനയിലേക്ക് ഹിജറ പോകേണ്ടി വന്ന, നാടും വീടൊക്കെ വിട്ടിട്ട് മദീനത്തേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ഹിജറ പാലായനം. ഒരുപാട് ആളുകൾ കുടുംബക്കാര് ഭ്രാന്താന്ന് വിളിച്ചിട്ടുണ്ട്, കല്ലെറിഞ്ഞിട്ടുണ്ട്, ഉഹുദിൽ നബിതങ്ങളുടെ മുൻപല്ല് പൊട്ടിയിട്ടുണ്ട്. ഒരുപാട് വേദനകൾ നബിതങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? സഹാബത്ത് ചോദിച്ചു, നബിയേ അങ്ങ് ജീവിതത്തിൽ അനുഭവിച്ച വേദനകളുണ്ടല്ലോ, സങ്കടമുണ്ടല്ലോ, അതിലേറ്റവും വലിയ വേദന അതേതാണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബ വഫാത്തു ഖദീജത്തുൽ കുബ്ര, എന്റെ പ്രിയപ്പെട്ട ഖദീജ ബീവി അവർ വഫാത്തായതാണല്ലോ, ഏറ്റവും അനുഭവിച്ച വേദന. നബിയുനാ റസൂലുള്ളാഹ് മക്കപുരിയാകെ ആഘോഷരാവ്, മഹിമ ഖുറൈശിൽ കല്യാണരാവ്, മഹബൂബ് റൂഹുൽ അമീനൂരാവ്, മഹബൂബ് റൂഹുൽ അമീനൂരാവ്, മുഹബ്ബത്തിൻ ബീവി ത്വാഹിറ വിളങ്ങുരാവ്, റജബി ഖദീജത്തുങ്കൾ കനവാലേറി വന്ന് റഹ്മത്തൊളിവായിലെങ്കി അരുണന്നെ പുണർന്ന് അജവാറാടി നിന്നും അറവും നേറി ചന്തോ അടരാടി തമസിൽ നെറുവിന്നൂറ് ചെന്നു ശരഫാത്തിരുഹിറുഫാമിവൾ പാകി വസന്തം തൂകി സുഗന്ധം. മക്കാപുരിയാകെ ആഘോഷരാവ്, മഹിമ ഖുറൈശിൽ കല്യാണരാവ്, മക്കാപുരിയാകെ ആഘോഷരാവ്, മഹിമ ഖുറൈശിൽ കല്യാണരാവ്, മഹബൂബ് റൂഹുൽ അമീനൂരാവ്, മഹബൂബ് റൂഹുൽ അമീനൂരാവ്, മുഹബ്ബത്തിൻ ബീവി ത്വാഹിറ വിളങ്ങുരാവ്, റജബി ഖദീജത്തുങ്കൾ കനവാലേറി വന്ന് റഹ്മത്തൊളിവായിലെങ്കി അരുണന്നെ പുണർന്നു. ആ പ്രവാചകന്റെ പത്നിയാണല്ലോ മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹാ. ബീവിനെ ആലോചിച്ചപ്പോൾ നബി തങ്ങൾ ഇങ്ങനെ കരയും. ആരെങ്കിലും ഖദീജ ബീവിന്റെ പേര് പറഞ്ഞാൽ അപ്പോഴേക്ക് കരയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജ ബീവിയുള്ള രണ്ടാമത്തെ കല്യാണം പോലും കഴിച്ചിട്ടില്ല. ബീവി മാത്രം ഭാര്യയായിട്ടുണ്ടായത്. അതും വയസ്സായ ഭാര്യ, 12-കാരിയോ 18-കാരിയോ അല്ല, 4 തവണ നേരത്തെ പ്രസവിച്ച 2 ഭർത്താക്കന്മാർ വഫാത്തായി പോയ ആ വൃദ്ധയായ പ്രായമുള്ള ഖദീജ ബീവിയുടെ കൂടെ 25 കൊല്ലം മനോഹരമായ ജീവിതം. ബീവി വഫാത്തായി 3 കൊല്ലക്കാലം നബി തങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. ഖദീജ വഫാത്തായി പിറ്റേത്താഴ്ച പോയി പെണ്ണെട്ടിയോ? ഇല്ല. ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായിട്ട് കല്യാണാലോചനയായിട്ട് സഹാബത്ത് ഇങ്ങനെ വരും. നബി ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കേണ്ട നബിയെ, വേറെ പെണ്ണ് കെട്ടിക്കൂടെ എങ്ങനെ ഖദീജ ബീവിനെ ആലോചിച്ച് കുത്തിരിക്കുകയാണോ? അത് കേൾക്കുമ്പോ നബി തങ്ങളുടെ മുഖം ചുവക്കുകയോ, ഹബീബിന്റെ കണ്ണ് നിറയുകയോ. സഹാബാ അബ്ദലനില്ലാഹു ഖൈറൻ മിൻഹാ, അവരെക്കാൾ നല്ലൊരാളെ അല്ലാഹു എനിക്ക് പകരം തന്നിട്ടില്ലേ? ഇല്ല. ഈ നബിതങ്ങളെ പറ്റിയാണ് യുക്തിവാദികൾ, ശത്രുക്കൾ സ്ത്രീകളെ ബഹുമാനിച്ചിട്ടില്ല എന്ന് കള്ളം പറയുന്നത്. എന്ത് സ്നേഹവും ഇഷ്ടവുമായിരുന്നു നബിതങ്ങൾ കാണിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊന്ന് ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ കരയാതെ നമുക്കിതൊന്നും പഠിച്ചു തീർക്കാൻ പറ്റൂല.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലുള്ള കാലം, മദീനയിൽ ബദർ യുദ്ധം നടക്കുന്നു. ബദർ യുദ്ധം കഴിഞ്ഞു. യുദ്ധം കഴിഞ്ഞപ്പോ കുറച്ച് ശത്രുക്കളെ അറസ്റ്റ് ചെയ്തു. മദീന കാലഘട്ടം. ബദർ യുദ്ധം കഴിഞ്ഞപ്പോ കുറച്ച് ആൾക്കാർ അറസ്റ്റ് ചെയ്തു. 70 ആൾക്കാർ അറസ്റ്റ് ചെയ്തു. ബദർ യുദ്ധത്തിൽ 313 പാവങ്ങൾ, 1000-ലേറെ ആൾക്കാരുണ്ട് ശത്രുക്കൾ. അവരെ അടിച്ചു തോൽപ്പിച്ച് 313 ആളുകൾ വിജയിച്ചു. അല്ലാഹു വിജയം കൊടുത്തു. സുബ്ഹാനല്ലാഹ്. കുറെ ആൾക്കാരെ അബൂജഹലും ഉത്ബത്ത് അങ്ങനത്തെ കുറെ വലിയ വലിയ പ്രമാണിമാരൊക്കെ അത് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു അല്ലെ. അബൂജഹലൊക്കെ ബദർ യുദ്ധത്തിൽ തന്നെ കാഞ്ഞുപോയി, കശാപ്പ് ചെയ്യപ്പെട്ടു. കുറെ ആൾക്കാർ പേടിച്ചു പാഞ്ഞു, യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടി. കുറച്ച് ആൾക്കാരൊക്കെ ശത്രുക്കളെ രക്ഷപ്പെട്ടു. കുറച്ചാളുകൾ അവിടെയാണ് കൈ കാലൊക്കെ മുറിഞ്ഞിട്ട് അവിടെ വീണെടുക്കും. അങ്ങനെ 70 ആൾക്കാരെ അറസ്റ്റ് ചെയ്തു ഇസ്ലാമിക ഭരണകൂടം. യുദ്ധത്തിൽ കുറച്ച് ആൾക്കാരെ പിടിച്ചോണ്ട് പോലോ. ഓടി രക്ഷപ്പെട്ട ആളുകൾ ഓടി അങ്ങ് രക്ഷപ്പെട്ട് മക്കത്തെത്തും. ബാക്കിയുള്ള 70 എണ്ണത്തിന് പോലീസ് നോക്കി. ഇസ്ലാമിക പട്ടാളക്കാര് സോൾജിയേഴ്സ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഹാജരാക്കി. അപ്പൊ അവരോട് റസൂൽ പറഞ്ഞു, ശത്രുക്കളാണ് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്, പിടിച്ച് പൊക്കിക്കൊണ്ടുവന്നതാണ് പോലീസ്. ഈ 70 ആൾക്കാരോടും പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും നഷ്ടപരിഹാരം ഇവിടെ തന്നാൽ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിമീങ്ങളാവണം. ഇവിടെ വന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ഷഹാദത്തൊക്കെ കൈവരിച്ച് മുസ്ലിമായി കഴിഞ്ഞാൽ നിങ്ങളെ വെറുതെ വിടും, നിങ്ങൾക്ക് പോകാം. അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എഴുത്തും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഇവിടുത്തെ കുട്ടികൾക്ക്, മദീനയിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം എഴുത്തും വായനൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ ഇത്ര ദിവസങ്ങൾ ഇവിടുത്തെ സ്കൂളിലും മദ്രസയിലൊക്കെ ആ കാലഘട്ടത്തിലെ പള്ളിക്കൂടം അവിടെ വന്നിട്ട് വർക്ക് ചെയ്ത് ഇവിടെ കുട്ടികൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് തിരിച്ചു വീട്ടിൽ പോകാം. 3 ഓപ്ഷൻ കൊടുത്തു. അപ്പോ വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ പറഞ്ഞു നമ്മളത് ചെയ്തോളാന്ന് പറഞ്ഞു. കയ്യിൽ പൈസ ഉള്ള കുറച്ച് ആളുകൾ എന്ത് ചെയ്തു, പൈസ നഷ്ടപരിഹാരം തന്നിട്ട് പോകാന്ന് പറഞ്ഞു. കുറച്ച് ആളുകൾക്ക് വിദ്യാഭ്യാസമില്ല, പൈസ ഇല്ല, അവര് അവിടെ തന്നെ നിന്ന് മുസ്ലിം ആകാനും കൂട്ടാക്കുന്നില്ല. കുറച്ച് ആളുകൾ മുസ്ലിം ആകാന്നും പറഞ്ഞു. കുറച്ച് ആളുകളൊക്കെ മുസ്ലിം ആയിട്ട് അവരും കഴിച്ചില്ലേ. അങ്ങനെ 70 ആളുകൾ ഇങ്ങനെ നോക്കാണ്. ഓരോരുത്തർ നീ എന്താ തീരുമാനിച്ച ഇങ്ങനെ നോക്കുന്ന സമയത്താണ് അതിലൊരുത്തൻ റസൂലുള്ളാഹിന്റെ പുതിയാപ്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ മോളെ ഭർത്താവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകള് സൈനബ് റളിയല്ലാഹു അൻഹയുണ്ട്. ഇത് ഇസ്ലാം തുടങ്ങുന്ന കാലഘട്ടമാണ്. അന്ന് മുസ്ലിം ആയണം എന്ന് നബി തങ്ങൾക്ക് 40 വയസ്സുള്ളപ്പോഴാണ് ഖുർആൻ തന്നെ ഇറങ്ങുന്നത്. സുബ്ഹാനല്ലാഹ് അല്ലേ. അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ നിയമങ്ങൾ ഇങ്ങനെ ഓരോന്ന് ഇറങ്ങുന്നേയുള്ളൂ. ആദ്യകാലത്തൊക്കെ മുസ്ലിമാണോ അമുസ്ലിമാണോ നോക്കൂലല്ലോ, ഇസ്ലാം വന്നിട്ടല്ലോ. അപ്പൊ അവനെ മക്കളെ ആളുകൾക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. അന്ന് എന്തില്ല, മുസ്ലിം ആകണം എന്നുള്ള നിബന്ധന വന്നിട്ടുള്ളത് പിന്നീടാണ് ഖുർആൻ ഇറങ്ങുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മോളെ കല്യാണം കഴിച്ച ഭർത്താവിന്റെ പേര് അബുൽ ആസ് എന്നായിരുന്നു. നന്നായി ശ്രദ്ധിക്കേണ്ട ചരിത്രമാണ് അബുൽ ആസ്. അബുൽ ആസിന്റെ ഭാര്യ നബി തങ്ങളുടെ മോളാണ്. അബുൽ ആസ് മുസ്ലിം അല്ല.